ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ബുക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കാണുന്ന ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് 6 മന്ത് കോഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തയ്യലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തയ്യൽ അത്യാവശ്യം ഒരുപാട് കുഞ്ഞുടുപ്പ്, മിഡി ടോപ്പ്, പാൻറ്റ്, അങ്ങനെ ഒരുപാട് ആണ് ആദ്യമുള്ളത്. അത് കഴിഞ്ഞിട്ട് എംബ്രോയ്ഡറി, അത് കഴിഞ്ഞ് ഫാബ്രിക് പെയിൻറ്റിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്ക് ഡിസൈൻ. അപ്പോൾ ആദ്യമുള്ളത് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ചിങ്സ് പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഇത് പിന്നെ റെക്കോർഡ് ബുക്കാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ഒരു റെക്കോർഡ് ബുക്കിൽ നമ്മൾ ചെയ്യും, പിന്നെ നമ്മൾ ചെയ്തും പഠിപ്പിക്കും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. സംഭവം എളുപ്പമാണെങ്കിലും എനിക്ക് ചെയ്യാൻ എപ്പോഴും ഒരു അറപ്പാണ്. അറപ്പെന്ന് വെച്ചാൽ എനിക്ക് ഈ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും തെറ്റിപ്പോവും. പിന്നെ കട്ടിങ്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താണല്ലോ അത് മാറ്റേണ്ടത്. ഇനിയുള്ളത് എംബ്രോയ്ഡറി ആണ്. എംബ്രോയ്ഡറി ആദ്യം നമ്മൾ ഓരോ പാറ്റേൺ വരച്ചിട്ട് അത് ട്രേസ് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കൈ കൊണ്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഈ വരയ്ക്കുമ്പോഴൊക്കെ ഈ സൂചി കുത്തി കയ്യിൽ കയറുക, വളഞ്ഞു പോവുക, തിരിഞ്ഞു പോകുക. അപ്പോൾ വളഞ്ഞു തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഡിസൈൻ്റെ ഷേപ്പ് മാറും, ഉദ്ദേശിക്കുന്ന പോലെ വരത്തില്ല. തെറ്റിപ്പോയാൽ നമ്മളെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കും. അത് വഴങ്ങുന്ന മാതിരി അവർ വീണ്ടും ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ എന്താണ്, നമുക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഇമേജ്, വരയ്ക്കുന്ന ഇമേജ് നമ്മൾ എത്രത്തോളം വ്യക്തമായി ക്ലിയറായിട്ട് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുന്നു, ചെയ്യുന്നതിലും അതിൻ്റെ ഒരു ഇത് കാണും, വ്യത്യാസം. ഞാനിപ്പോൾ ചെയ്യും കുറേ ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രേസ് ചെയ്യുമ്പോഴും ചെറിയ വളവൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും മിസ്റ്റേക്ക് അതിൽ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ ഒരു വീടിൻ്റെ ചെയ്തായിരുന്നില്ല, അതിലിങ്ങനെ ഒരു വളവുള്ളപ്പോൾ അതിൽ മനസ്സിലാകുന്നുണ്ട് ആ വളവ്, മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് കഴിഞ്ഞാൽ നെക്ക് ഡിസൈൻ. പെയിൻറ്റിങ് വളരെ എളുപ്പമായിരുന്നു. അത് പിന്നെ നമ്മൾ പാടുന്നതല്ലോ. നമ്മളൊരു ഇമേജ് വരച്ചിട്ട് നമ്മൾ അതേപോലെ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് കളർ ചെയ്താൽ മതി. ഇതായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നിയത്. നമുക്ക് എത്ര മടുപ്പ് വരത്തില്ല, അതനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. പിന്നെ തെറ്റ് വന്നാൽ അവർ നമ്മളെ കൊണ്ട് വീണ്ടും മാറ്റി വരപ്പിക്കും. അത് പിന്നെ നല്ലതാണ്. പിന്നെ അവിടെ നെക്ക് ഡിസൈനാണ്. ഈ നെക്ക് ഡിസൈൻ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതല്ല, അടുത്തതാണെന്ന് തോന്നുന്നു. ഇതുമല്ല, അടുത്ത ലാസ്റ്റ് കാണിക്കുന്ന വി നെക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇതല്ല, അതിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫാഷൻ ഡിസൈൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ റെക്കോർഡ് ബുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.